എൻ്റെ വിളിയിൽ ഒരു ചെറിയ മാറ്റം ദൈവം തരുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാര്യം ഇനി ഞാൻ ഇവിടെ ഇരുന്നോട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ പറ്റത്തില്ല. ദൈവസഭകളോട് ചില ദൂത് ദൈവം തന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യം എൻ്റെ ആത്മാവിലുണ്ട്. ആ തന്നിരിക്കുന്ന ദൂത് അത് ദൈവസഭകളോട് വിളിച്ചു പറയണം. ഈ 5 തരം ശുശ്രൂഷകർ ചെയ്യേണ്ട ഒരു കാര്യം, ദേ ആർ മെന്റ് ടു അവേക്കൺ. നിങ്ങളെ ഒന്ന് ഉണർത്തണം. അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യണം? ട്രെയിൻ ചെയ്യണം, നിങ്ങളെ പരിശീലിപ്പിക്കണം. അടുത്തത് നിങ്ങളെ മെച്യൂർ, നിങ്ങളെ ഒരു പക്വതയിലേക്കും പരിജ്ഞാനപൂർത്തിയിലേക്കും കൊണ്ടുപോകണം. എന്നിട്ട് ഷുഡ് റിലീസ് ദം, നിങ്ങളെ റിലീസ് ചെയ്തേക്കണം. അടുത്ത ആഴ്ച ഇങ്ങോട്ട് കയറി വരരുത്, നിങ്ങൾ പോയി കർത്താവിൻ്റെ വേല ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിടണം, അല്ലേ? ഇന്നത്തെ പ്രശ്നം ആരും പോയി, ഇന്ന് ആരെങ്കിലും കണ്ടില്ല, ഇവിടെ എന്തോ ഒഴിഞ്ഞു കിടക്കുന്നു, എവിടെ പോയി ഉച്ച കഴിയുമ്പോൾ വിളിക്കും, എവിടെ പോയി എന്ന് വിളിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, അവർ വേറെ ചർച്ചയിൽ പോയിട്ടില്ലല്ലോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും, നിങ്ങൾ ഓരോരുത്തരും ഞായറാഴ്ച ഇവിടെ വന്ന് ഹാജർ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പോയി കർത്താവിൻ്റെ വേല ചെയ്യുക. ചെറിയ കൂട്ടങ്ങൾ എവിടെയെങ്കിലും അവിടെ പോയി അവരെ വചനം പഠിപ്പിക്കുക, അവരെ ശിഷ്യരാക്കുക, അവരോട് സുവിശേഷം പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലേ? അവരെയും സജ്ജമാക്കുക. ഇങ്ങനെയുള്ളൊരു വലിയ ശുശ്രൂഷയാണ് അന്ത്യകാല സഭ ചെയ്യേണ്ടത്. വേറെ ഫ്യൂ പീപ്പിൾ ഡു എവറിത്തിങ് വൈൽ എവ്രി വൺ എൽസ് വാച്ചസ്. ഒരു ചെറിയ കൂട്ടം എല്ലാം ചെയ്യുന്നു, ബാക്കി എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി ഞാൻ എപ്പോഴും പറയും, ഈ ഫുട്ബോൾ കളി പ്രത്യേകിച്ച് ഇപ്പം നല്ല സീസണാണല്ലോ, വേൾഡ് കപ്പ് നടക്കുന്നത്. നമുക്കറിയാം, അർജൻറ്റീന കളിക്കുമ്പം ആ കളിക്കാർ മാത്രം കളത്തിലുള്ളൂ. പക്ഷേ അവരെ എല്ലാം പരിശീലിപ്പിച്ചൊരു കോച്ച് ഇരിപ്പുണ്ട്, അല്ലേ? ആ കോച്ചുണ്ട്, അയാൾ കളിക്കുന്നില്ല, അയാൾ ഗാലറിയിൽ എവിടെയോ ഇരിപ്പുണ്ട്, അയാളെ ഇതെല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അയാൾ മാറിയിരിക്കുക. പക്ഷേ കളിക്കുന്ന മുഴുവൻ, പേര് കിട്ടുന്ന മുഴുവൻ മെസ്സിക്കാണ് എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ പ്രശ്നം, പാസ്റ്റേഴ്സ് ആർ സപ്പോസ് ടു ബി കോച്ചസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ 5 തരം ശുശ്രൂഷകർ അവർ ഈ കോച്ചന്മാരാ, അല്ലേ? പക്ഷേ ഇന്നത്തെ പ്രശ്നം, കോച്ചുമാരെല്ലാം കൂടെ കളിക്കുന്നു, കളിക്കേണ്ടവരെല്ലാം ഗാലറിയിലിരിക്കുന്നു. ഇന്നത്തെ സഭയുടെ ഗതികേട് ഇതാണ്, അല്ലേ? ഇവരെ പരിശീലകർ എല്ലാവരും കൂടെ ഇറങ്ങി കളിക്കുന്നു, കളിക്കേണ്ടവരെന്ത് ചെയ്യുന്നു? ഗാലറിയിൽ ഇരിക്കുന്നു. നിങ്ങളങ്ങനെ ഗാലറിയിൽ ഇപ്പോഴും ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളെ അങ്ങനെ ഇരുത്തിയിരിക്കുന്ന ഞങ്ങളുടെ കുറ്റമാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. തുറന്നു പറയുക പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയുക, ദ ടൈം ഹാസ് കം that every disciple in the church should move into the calling. അതിലേക്ക് നിങ്ങളെ പരിശീലിപ്പിച്ച് സജ്ജമാക്കി അയക്കുന്ന ജോലി സഭ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ സഭ കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് കണക്ക് കൊടുക്കേണ്ട നാളുകൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്.